കോഴിക്കോട് പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ്. കുറ്റിക്കാട്ടൂർ മേഖലയിൽ കടകളിലേക്കും വീടുകളിലേക്കും വെള്ളം കയറിയിരിക്കുന്നു. തോട്ടിൽ വീണ ഓട്ടോറിക്ഷ കരക്കെത്തിച്ചു. വെള്ളക്കെട്ട് ഇപ്പോഴും പ്രശ്നമായി തന്നെ നിലനിൽക്കുകയാണ്. ഇപ്പോൾ നിൽക്കുന്നത് കുറ്റിക്കാട്ടൂർ അങ്ങാടിയിലാണ്. ഇവിടെ ഈ റോഡ് മൊത്തം വെള്ളത്തിൽ നിറഞ്ഞിരിക്കുകയാണ്. ഇത് സമീപത്തെ കടകളിലേക്ക് ഉൾപ്പെടെ ചില വ്യാപാര സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ വെള്ളം കയറിയിട്ടുണ്ട്. ഏകദേശം പ്രളയത്തിന് ശേഷം ആദ്യമായിട്ടാണ് കുറ്റിക്കാട്ടൂർ അങ്ങാടി ഇതുപോലെ വെള്ളത്തിലാവുന്നത്. ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളും മറ്റൊക്കെ വെള്ളത്തിനടിയിലായി. ഇവിടെ മാമ്പുഴത്തോട്ടിൽ ഒരു ഓട്ടോറിക്ഷ മറിഞ്ഞിട്ടുണ്ട്. പുറത്തുനിന്ന് ആളെയായിട്ട് വന്ന് ഇറക്കി പോകുമ്പോൾ റോഡും തോടും ഒരുപോലെ ആയപ്പോൾ തോട്ടിലേക്ക് മറിഞ്ഞതാണ്. ആള് നീന്തി രക്ഷപ്പെട്ട്. കുറ്റിക്കാട്ടൂർ മേഖലയിൽ വലിയ രീതിയിലാണ് വെള്ളം ഉയർന്നിരിക്കുന്നത്. ഇവിടുത്തെ സമീപത്തെ വീടുകളിലേക്കൊക്കെ തന്നെയും വെള്ളം കയറിയിട്ടുണ്ട്. പറമ്പുകളിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഇടവഴികളിലൊക്കെ ഏതാണ്ട് മുട്ടറ്റം വെള്ളമാണുള്ളത്. മഴ ഇനി പെയ്യാണെങ്കിൽ വെള്ളം വീട്ടിനുള്ളിലൊക്കെ എത്തും. ഇപ്പം തന്നെ ഇവിടെ വീട്ടിലൊക്കെ വെള്ളം എത്തിക്കുന്നു. എല്ലാ വീട്ടിലും ഉള്ളിലും വെള്ളം കയറി. കുറ്റിക്കാട്ടൂർ ശ്രീകൃഷ്ണ നഗറിലും വലിയ രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഈ കാണുന്ന വീട്ടിലൊക്കെ തന്നെയും തറനിരപ്പിന് മുകളിലാണ് വെള്ളമുള്ളത്. സിറ്റ് ഔട്ടിലേക്ക് ഏത് സമയവും വെള്ളം എത്താവുന്ന രീതിയിലാണ്. ഇവിടെ നിന്നൊക്കെ ആളുകൾ മാറിപ്പോയിട്ടുണ്ട്. ബന്ധുവീട്ടിലേക്കും മറ്റുമൊക്കെയാണ് ആളുകൾ മാറിയിരിക്കുന്നത്. നിലവിൽ ഒരുപാട് വീടുകൾ ഇതിനകത്തേക്ക് ഉൾപ്പെടെയുണ്ട്. അവിടെ നിന്നൊക്കെ ആളുകൾ ഇങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് പയ്യെ മറ്റു വീടുകളിലേക്കൊക്കെ മാറുന്നതുമായി ബന്ധപ്പെട്ട തിരക്കിലൊക്കെയാണ് ഉള്ളത്. ഇവിടെ നോക്കിയാൽ കാണാം വീടിനകത്തേക്ക് വെള്ളം കയറി. പ്രളയത്തിൽ ഇത്തരത്തിൽ ഇവർക്ക് വീട്ടിലേക്കൊക്കെ വെള്ളം കയറിയിരുന്നു. പക്ഷെ അതിനുശേഷം പിന്നീട് ഒരു മഴക്കാലത്തും ഇവർക്ക് ഇത്തരത്തിൽ ഒരു അവസ്ഥ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. ഇതിപ്പോൾ വീടിനുള്ളിൽ വലിയ രീതിയിൽ വെള്ളം കയറിയിരിക്കുകയാണ്. ഒരുപക്ഷെ മഴ ഇനിയും കനക്കുകയാണെങ്കിൽ കൂടുതൽ വെള്ളം ഇവിടേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത പറയുന്നുണ്ട്. ഇന്നലെ രാത്രിയിലാണല്ലേ ഇത്തരത്തിൽ വെള്ളം കയറിയത്? രാത്രി ഒരു 1.5 മണിക്ക് ശേഷം. അതുവരെ ഒന്നും ഇല്ലായിരുന്നു. മഴ പെയ്യുമ്പോൾ മുൻകാലങ്ങളിലൊക്കെ മുറ്റത്തൊക്കെ വെള്ളം വരാറുണ്ടായിരിക്കും അല്ലേ? മുറ്റത്തൊക്കെ വെള്ളം വരാറുണ്ട്. പക്ഷെ ഉള്ളോട്ട് അങ്ങനെ കയറാറില്ല. 18 പ്രളയത്തിന് ശേഷം പിന്നീടാണോ ഇപ്പോൾ? ഉള്ളോട്ട് കയറുകയാണെങ്കിലും ജസ്റ്റ് ഒരു വളരെ കുറച്ച് കയറി അന്നേരം തന്നെ അത് ഒഴിവാകാറുണ്ട്. പ്രാവശ്യം അത് ഉണ്ടായില്ല. നിങ്ങളിപ്പോ ഇന്നലെ രാത്രിയിലൂടെ ഉണ്ടായിരുന്നില്ല? ഇല്ല, ഇന്ന് രാവിലെ വന്നതാണ്. സാധനങ്ങളൊക്കെ ഒരുപാട് കേടുവന്നിട്ടുണ്ടോ? ഉണ്ട്. ഇനി മാറ്റി വെക്കണം. എല്ലാം കൂടി നൈറ്റിലേക്ക് വെക്കണം. സമീപത്തെ വീടുകളിലേക്കൊക്കെ ഇത്തരത്തിൽ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. മുറികളിലായാലും എല്ലായിടത്തും വെള്ളമാണ്. അലമാരകളിലൊക്കെ ഒരുപക്ഷെ ഡ്രസ്സുകളും സാധനങ്ങളൊക്കെ ഉണ്ടാവും. അലമാര ഉൾപ്പെടെ അതിന്റെ അടിവശം ഉൾപ്പെടെ വെള്ളം കയറിയിട്ടുണ്ട്. ചേട്ടന്റെ വീട്ടിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്? എല്ലാ വീട്ടിലും വെള്ളം കയറി. അവിടെയൊക്കെ എല്ലാ വീട്ടിലും വെള്ളം കയറി. ഇവരൊക്കെ അട്ടത്ത് കയറി നിൽക്കല്ലേ. എല്ലാവരും മുകളിലൊക്കെയാണ്. ഈ വീട്ടിലൊക്കെ മുകളിലേക്കാണ്. വീടിനകത്ത് കയറി. സാധനം കുറെയൊക്കെ വെള്ളത്തിലായി പോയി. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ പൊക്കി വെക്കാൻ പറ്റിയൊക്കെ പൊക്കി വെച്ച്. പിന്നെ ഇന്ന് രാവിലത്തേക്ക് കൂടി വെള്ളം പൊക്കി വെച്ച് പിന്നെയും കൂടുതൽ ഹൈറ്റിലേക്ക് വെക്കേണ്ടി വന്നു. കഴിഞ്ഞ ദിവസങ്ങളെയൊക്കെ അപേക്ഷിച്ച് മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും ഈ ചെറുപുഴയും മാമ്പഴത്തോടുമൊക്കെ കര കവിഞ്ഞതോടു കൂടിയാണ് സമീപത്തെ വീടുകളിലേക്കൊക്കെ ഇത്തരത്തിൽ വെള്ളം കയറാൻ തുടങ്ങിയത്. വീടുകളുടെ ഉള്ളിലേക്ക് ഉൾപ്പെടെ വെള്ളം കയറിയിട്ടുണ്ട്. നിരവധി വീടുകൾ ഇത്തരത്തിൽ വെള്ളത്തിലായിട്ടുണ്ട്. അവരൊക്കെ തന്നെയും ബന്ധു വീടുകളിലേക്കും മറ്റുമൊക്കെ പോയിട്ടുണ്ട്. ഏതായാലും വരും മണിക്കൂറുകളിലും ഇതുപോലെ മഴ കനക്കുകയാണെങ്കിൽ വലിയ ആശങ്കയിലാണ് ഇവിടുത്തെ ആളുകളൊക്കെ ഉള്ളത്. പലരും രാത്രി കാലങ്ങളിലാണ് വെള്ളം കയറുന്നത് അറിഞ്ഞത്. ഇത് വെള്ളമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ അതൊക്കെ വൃത്തിയാക്കുന്നതിനെ പറ്റി വലിയ ആശങ്കയിലാണ് ഏതായാലും ഈ ആളുകളൊക്കെ തന്നെയും ഉള്ളത്. അരുൺ കിഷോറിനൊപ്പം അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.